രാവിലെ ഉറക്കമുണരുമ്പോൾ ആദ്യം കാണുന്നത് നിങ്ങളുടെ മകളുടെയോ കൊച്ചുമക്കളുടെയോ മുഖമല്ല, മറിച്ച് നിങ്ങളുടെ ശ്വാസോച്ഛ്വാസം നിരീക്ഷിച്ച് നിങ്ങൾക്ക് ഇന്നലെ രാത്രി നല്ല ഉറക്കം ലഭിച്ചില്ല എന്ന് പറയുന്ന ഒരു റോബോട്ടിനെയാണെങ്കിലോ? അത് കേൾക്കുമ്പോൾ ശരിക്കും ഒരു സയൻസ് ഫിക്ഷൻ സിനിമ പോലെ തോന്നുമല്ലേ? പക്ഷെ ഇതൊരു സിനിമയല്ല. അതെ, സിനിമയല്ല. 2040ഓടെ നമ്മുടെ വീടുകളിലേക്ക്, പ്രത്യേകിച്ച് പ്രായമായവരുടെ പരിചരണത്തിനായി അഥവാ എൽഡർലി കെയറിനായി നേരിട്ട് നടന്നെടുക്കാൻ പോകുന്ന യാഥാർത്ഥ്യമാണിത്. കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഈ വിവരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. തീർച്ചയായും. കാരണം നിങ്ങൾ പ്രായമാകുമ്പോഴേക്കും ഈ സാങ്കേതികവിദ്യ ഒരുപക്ഷെ നിങ്ങളുടെ കിടപ്പുമുറിയിൽ എത്തിയിട്ടുണ്ടാകും. ശരിയാണ്. അപ്പോൾ വിവിധ ഗവേഷണ ലേഖനങ്ങളും ശാസ്ത്രീയ പഠനങ്ങളും അവലംബമാക്കി തയ്യാറാക്കിയ ഇന്നത്തെ ഈ ആഴത്തിലുള്ള വിശകലനത്തിൽ നമ്മൾ പരിശോധിക്കുന്നത് ലളിതമായ ചില കാര്യങ്ങളല്ല. ഈ സാങ്കേതികവിദ്യ എങ്ങനെയാണ് നമ്മുടെ വീടുകളിലെ പരിചരണ രീതികളെ അടിസ്ഥാനപരമായി മാറ്റിമറിക്കുന്നത്? അതെ. ഒപ്പം ഈ യന്ത്രങ്ങളും മനുഷ്യരും തമ്മിലുണ്ടാകുന്ന വൈകാരിക ബന്ധങ്ങൾ വെറും പ്രോഗ്രാമിംഗ് മാത്രമാണോ എന്നതും നമ്മൾ നോക്കുന്നുണ്ട്. ശരിക്കും. പിന്നെ സ്വകാര്യത, സ്വയംഭരണാവകാശം, മനുഷ്യാന്തസ് എന്നീ വിഷയങ്ങളിൽ ഇവ ഉയർത്തുന്ന നൈതികവും നിയമപരവുമായ വലിയ വെല്ലുവിളികൾ എന്തെല്ലാമാണ് എന്നും നമ്മളിന്ന് ചർച്ച ചെയ്യുന്നു. നമ്മളിന്ന് കാണുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതായത് നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീനുകളിൽ മാത്രം ഒതുങ്ങിയിരുന്ന AI, അതിൽ നിന്നും പുറത്തുവന്ന് ഭൗതികമായ ഒരു രൂപം പ്രാപിക്കുകയാണിപ്പോൾ. ഇതിനെ ശാസ്ത്രലോകം എംബോഡീഡ് AI എന്നാണ് വിളിക്കുന്നത്. സ്ക്രീനിലെ അക്ഷരങ്ങൾക്ക് പകരം നിങ്ങളുടെ സ്വീകരണമുറിയിൽ ഇടം പിടിക്കുന്ന, നിങ്ങളെ സ്പർശിക്കാൻ കഴിയുന്ന യന്ത്രങ്ങൾ. കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ. ഇത് വീടുകളിലെ പരിചരണ രീതികളെ എങ്ങനെ മാറ്റിമറിക്കുന്നു എന്ന് നോക്കാം. നിലവിൽ ഒരു പ്രായമായ വ്യക്തിയെ വീട്ടിൽ പരിചരിക്കുക എന്നത് അതൊരു വലിയ ജോലിയാണ്. കുടുംബാംഗങ്ങൾക്കും അതുപോലെ പ്രൊഫഷണൽ നഴ്സുമാർക്കും വലിയ തോതിലുള്ള ശാരീരികവും മാനസികവുമായ ജോലിഭാരമാണ് നൽകുന്നത്. അതെ. കൃത്യസമയത്ത് മരുന്ന് നൽകുക, അവരുടെ രക്തസമ്മർദ്ദവും ഹൃദയമിടിപ്പും നിരീക്ഷിക്കുക, വ്യായാമങ്ങൾ ചെയ്യിപ്പിക്കുക തുടങ്ങിയ നിരന്തരമായ ശ്രദ്ധ ആവശ്യമുള്ള കാര്യങ്ങളാണവ. പക്ഷേ ആവർത്തന സ്വഭാവമുള്ള ജോലികളുമാണ്. അവിടെയാണ് റോബോട്ടുകൾ ഇടപെടുന്നത്. എന്നുവെച്ചാൽ ഈ കൃത്യത ആവശ്യമുള്ള വിരസമായ ജോലികൾ റോബോട്ടുകൾ പൂർണ്ണമായും ഏറ്റെടുക്കുന്നു. തീർച്ചയായും. ഒരു നിമിഷം, എനിക്കിതിൽ ഒട്ടും യോജിക്കാൻ കഴിയുന്നില്ല. സ്വന്തം മാതാപിതാക്കളെ പരിചരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് നമ്മളൊരു യന്ത്രത്തെ വാങ്ങി വീട്ടിൽ വെക്കുന്നു എന്നല്ലേ ഇതിനർത്ഥം? അങ്ങനെ തോന്നാം. നമ്മൾ പ്രായമായവരെ ഒരു പ്ലാസ്റ്റിക് യന്ത്രത്തെ ഏൽപ്പിച്ച് നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് സൗകര്യപൂർവ്വം ഒളിച്ചോടുകയല്ലേ ചെയ്യുന്നത് ശരിക്കും? ഒറ്റ നോട്ടത്തിൽ അങ്ങനെ തോന്നും. പക്ഷേ ഈ വിഷയത്തെ നാം മറ്റൊരു കോണിലൂടെ കാണേണ്ടതുണ്ട്. നമ്മളിവിടെ മനുഷ്യരെ പൂർണ്ണമായും ഒഴിവാക്കുകയല്ല, മറിച്ച് മനുഷ്യരുടെ റോൾ മാറ്റുകയാണ് ചെയ്യുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഒരു മകൾക്ക് തന്റെ അമ്മയുടെ രക്തസമ്മർദ്ദം അളക്കാനും മരുന്ന് കൊടുക്കാനും ദിവസവും മണിക്കൂറുകൾ മാറ്റിവെക്കേണ്ടി വരുമ്പോൾ അവർക്കൊരുമിച്ച് സംസാരിക്കാനോ പഴയ ഓർമ്മകൾ പങ്കുവെക്കാനോ ഉള്ള ഊർജം ബാക്കിയുണ്ടാകില്ല, അല്ലേ? അതെ, അവർ ശാരീരികമായി തളർന്നിട്ടുണ്ടാകും. അവിടെയാണ് സാങ്കേതിക വിദ്യ ഇടപെടുന്നത്. വിരസവും ആവർത്തന സ്വഭാവവുമുള്ള ജോലികൾ യന്ത്രങ്ങൾ ചെയ്യുമ്പോൾ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ മനുഷ്യർക്ക് സമയം ലഭിക്കുന്നു. യന്ത്രങ്ങൾ ടാസ്ക് ചെയ്യുമ്പോൾ മനുഷ്യർക്ക് കെയർ ചെയ്യാൻ കഴിയുന്നു. ഓഹോ, അപ്പോൾ സാങ്കേതിക സഹായത്തോടൊപ്പം മനുഷ്യകേന്ദ്രീകൃതമായ പരിചരണം നിലനിർത്തുക എന്നാണ് ഇതിനെ പറയുന്നത്. അതെ. അതായത് ഒരു വീൽചെയർ ഒരാളുടെ സഞ്ചാര സ്വാതന്ത്ര്യം വർദ്ധിപ്പിക്കുന്നത് പോലെ ഇത്തരം റോബോട്ടുകൾ മനുഷ്യബന്ധങ്ങളുടെ വൈകാരിക തലത്തെ കൂടുതൽ മെച്ചപ്പെടുത്താനാണ് സഹായിക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇതൊരു അകൽച്ച ഉണ്ടാക്കുന്നില്ല, മറിച്ച് ഒരുമിച്ച് ചെലവഴിക്കാൻ കൂടുതൽ മികച്ച സമയം നൽകുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. ശരിയാണ്. ബുദ്ധിമുട്ടുന്നവരാണ് പലപ്പോഴും. അവർ എങ്ങനെയാണ് ഒരു റോബോട്ടിൽ വിശ്വസിക്കുക? അവിടെയാണ് ഈ യന്ത്രങ്ങളുടെ ഡിസൈനിന്റെ പിന്നിലെ ശാസ്ത്രം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു റോബോട്ടിനെ വികസിപ്പിക്കുമ്പോൾ വോയിസ് റെക്കഗ്നിഷൻ, അവയുടെ മുഖഭാവങ്ങൾ എന്നിവ എങ്ങനെ മനുഷ്യരിൽ വിശ്വാസം വളർത്തുന്നു എന്നത് വളരെ പ്രധാനമാണ്. വെറുമൊരു മെഷീന്റെ ശബ്ദമായ പോരാ എന്നർത്ഥം. അതെ. ഉദാഹരണത്തിന് മാബു പോലെയുള്ള വെൽനസ് കോച്ച് റോബോട്ടുകളുടെ ഡിസൈൻ ശ്രദ്ധേയമാണ്. ഇവ മനുഷ്യരോട് കേവലം സഹതാപമല്ല, മറിച്ച് സമാനുഭാവമാണ് പ്രകടിപ്പിക്കുന്നത്. ഒരു നിമിഷം, എനിക്ക് സഹതാപമല്ല മറിച്ച് സമാനുഭാവമാണ് ഉള്ളത് എന്ന് ഒരു മെഷീൻ പറയുമ്പോൾ അത് വെറുമൊരു പ്രോഗ്രാമിംഗ് അല്ലേ? വിശദീകരിക്കാം. നിങ്ങൾക്ക് അസുഖമുള്ളതിൽ എനിക്ക് വിഷമമുണ്ട് എന്ന് മുൻകൂട്ടി ഫീഡ് ചെയ്തു വെച്ച കുറച്ചു വരികൾ
ഒരു യന്ത്രം പറയുന്നതിൽ എന്താണ് ഇത്ര വലിയ കാര്യം? ശരിക്കും പറഞ്ഞാൽ ഇതൊരു തരം വൈകാരിക ചൂഷണമല്ലേ? അതായത് കൃത്യമായി പ്രോഗ്രാം ചെയ്യപ്പെട്ട വാക്കുകൾ മാത്രമായിരുന്നെങ്കിൽ നിങ്ങൾ പറയുന്നത് പോലെ അതൊരു ചൂഷണമായേനെ. എന്നാൽ എംബോഡീഡ് AI പ്രവർത്തിക്കുന്നത് അങ്ങനെയല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ മാബു എന്ന റോബോട്ടിന്റെ ഒരു ഉദാഹരണം തന്നെ എടുക്കാം. ഉം, ഒരു സംഭാഷണത്തിനിടയിൽ ആ റോബോട്ട് രോഗിയോട് പറയുകയാണ്, എന്റെ ഗിയറുകൾ കുടുങ്ങുമ്പോൾ എനിക്കും വലിയ ബുദ്ധിമുട്ടാണ്, അതിനാൽ താങ്കളുടെ സ്ട്രെസ് എനിക്ക് നന്നായി മനസ്സിലാകും എന്ന്. ഓ, അപ്പോൾ യന്ത്രം സ്വന്തം അവസ്ഥയെ വെച്ച് താരതമ്യം ചെയ്യുകയാണ്. അതെ, ഇവിടെ യന്ത്രം മനുഷ്യന്റെ വികാരം വെറുതെ അനുകരിക്കുകയല്ല, മറിച്ച് തന്റെ സ്വന്തം ഭൗതികമായ പരിമിതികളെ മനുഷ്യന്റെ അവസ്ഥയോട് ഉപമിക്കുകയാണ് ചെയ്യുന്നത്. തനിക്കുമുള്ള പരിമിതികൾ തുറന്നു പറയുമ്പോൾ മനുഷ്യർക്ക് ആ യന്ത്രത്തോടൊരു സഹജീവിയോടുള്ള അടുപ്പം തോന്നുന്നു. ഇതിനായി ഡെവലപ്പർമാർ ഉപയോഗിക്കുന്ന ഒരു പ്രധാന രീതിയാണ് വിസാർഡ് ഓഫ് ഓസ്. വിസാർഡ് ഓഫ് ഓസ് കേൾക്കുമ്പോൾ എന്തോ മാന്ത്രിക വിദ്യയാണെന്ന് തോന്നുമല്ലോ. എന്താണ് യഥാർത്ഥത്തിൽ ഈ സാങ്കേതിക വിദ്യ? ഇതൊരു പരിശീലന രീതിയാണ്. നിലവിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് മനുഷ്യരുമായി തികച്ചും സ്വാഭാവികമായ രീതിയിൽ വൈകാരികമായി സംവദിക്കാനുള്ള കഴിവ് പൂർണ്ണമായി ലഭിച്ചിട്ടില്ല. ശരി. അതുകൊണ്ട് ഒരു മുറിയിൽ റോബോട്ടിനെ വെച്ചിട്ട് മറ്റൊരു മുറിയിലിരുന്ന് ഒരു മനുഷ്യൻ ആ റോബോട്ടിലൂടെ രോഗിയോട് സംസാരിക്കുന്നു. ഇത് രോഗി അറിയില്ല കേട്ടോ. ഓഹോ, അപ്പോൾ മനുഷ്യനാണ് പിന്നിലിരുന്ന് നിയന്ത്രിക്കുന്നത്. അതെ. മനുഷ്യന്റെ സാംസ്കാരിക പശ്ചാത്തലവും വ്യക്തിത്വവും അനുസരിച്ച് ഏത് തരം വാക്കുകളാണ്, ഏത് തരം മുഖഭാവങ്ങളാണ് ആ രോഗിയിൽ വിശ്വാസമുണ്ടാക്കുന്നത് എന്ന് ഈ പരീക്ഷണത്തിലൂടെ ഡെവലപ്പർമാർ മാപ്പ് ചെയ്യുന്നു. പിന്നീട് ഈ ഡാറ്റ ഉപയോഗിച്ചാണ് ഭാവി തലമുറയിലെ AI മോഡലുകളെ പരിശീലിപ്പിക്കുന്നത്. അതായത് ശുദ്ധമായ സമാനുഭാവം എന്താണെന്ന് യന്ത്രങ്ങളെ പഠിപ്പിക്കാൻ മനുഷ്യരെ തന്നെ ഉപയോഗിക്കുന്ന രീതിയാണിതല്ലേ? കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ. ഒപ്പം ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്ന കോഗ്നിറ്റീവ് എൻഗേജ്മെന്റിനായി പ്രായമായവർക്ക് എളുപ്പം മനസ്സിലാകുന്ന ലളിതമായ ഇന്റർഫേസുകളും ഇവർ ഉപയോഗിക്കുന്നുണ്ട്. ഈ വിശദീകരണം കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് നമ്മുടെ ചായയിൽ എത്ര മധുരം വേണമെന്നും നമുക്കിഷ്ടമുള്ള പാട്ടുകൾ ഏതൊക്കെയെന്നും അറിയാവുന്ന വെറുമൊരു പഴയ സുഹൃത്തിനെ പോലെയല്ല. പിന്നെ മറിച്ച് നമ്മുടെ മുഖത്തെ ഓരോ ചെറിയ ചലനങ്ങളും ശബ്ദത്തിലുണ്ടാകുന്ന നേരിയ വ്യതിയാനങ്ങളും വരെ ഒപ്പിയെടുത്ത് നമ്മൾ പോലും അറിയാതെ നമ്മുടെ മാനസികാവസ്ഥ മനസ്സിലാക്കുന്ന ഒരു അതിവിദഗ്ധനായ ഡിറ്റക്റ്റീവിനെ പോലെയാണ് ഈ റോബോട്ടുകൾ പ്രവർത്തിക്കുന്നത്. വളരെ കൃത്യമായൊരു നിരീക്ഷണമാണത്. ഒരു ഡിറ്റക്റ്റീവിനെ പോലെ അവ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. എന്നാൽ ആ വിവരങ്ങൾ ഉപയോഗിച്ച് അവർ നിർമ്മിച്ചെടുക്കുന്ന വിശ്വാസം വളരെ സൂക്ഷ്മമായ ഒന്നാണ്. അതെങ്ങനെയാണ്? ഉദാഹരണത്തിന്, ഉച്ചയ്ക്ക് 2 മണിക്ക് മരുന്ന് കഴിക്കാൻ ഓർമ്മിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് ആ റോബോട്ട് അത് കൃത്യസമയത്ത് ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ രോഗിക്ക് ഇഷ്ടമില്ലാത്തൊരു പ്രതികരണം നടത്തിയാൽ ഈ വിശ്വാസം ഒറ്റയടിക്ക് തകരും. മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴുന്നത് പോലെ തന്നെ. അതെ. ഭാവിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഓരോ വ്യക്തിയുടെയും ആവശ്യങ്ങൾക്കനുസരിച്ച് റോബോട്ടുകളുടെ വ്യക്തിത്വത്തെ എങ്ങനെ മാറ്റിയെടുക്കും എന്നതാണ് ശാസ്ത്രലോകം ഉറ്റുനോക്കുന്ന വലിയ കുതിച്ചുചാട്ടം. അപ്പോൾ വളരെ വിശ്വസ്തനായൊരു കൂട്ടുകാരനായി ഈ യന്ത്രങ്ങൾ മാറുന്നു എന്ന് കരുതുക. അവിടെ അതിശയകരമായ, എന്നാൽ നമ്മെക്കുറിച്ചൊന്ന് ഭയപ്പെടുത്തുന്ന ഒരു വൈകാരിക ബന്ധം രൂപപ്പെടുന്നുണ്ട്. എന്റെ ചോദ്യം ഇതാണ്: ശരിക്കും ഈ റോബോട്ടുകൾക്ക് വികാരങ്ങളുണ്ടോ? അതൊരു വലിയ ചോദ്യമാണ്. അതോ മനുഷ്യരുടെ തലച്ചോറ് യന്ത്രങ്ങളെ വെറുതെ തെറ്റിദ്ധരിക്കുന്നതാണോ? ഇതൊരു വലിയ ദാർശനികവും ശാസ്ത്രീയവുമായ ചോദ്യമാണ്. ശരിക്കും ജീവൻ എന്താണ്? അന്റോണിയോ ഡമാസിയോ എന്ന പ്രശസ്ത ന്യൂറോ സയന്റിസ്റ്റിന്റെ സിദ്ധാന്തപ്രകാരം ജീവികളിലെ ഹോമിയോസ്റ്റാസിസ്, അതായത് ആന്തരിക സന്തുലിതാവസ്ഥ നിലനിർത്താനുള്ള പ്രവണതയാണ് വികാരങ്ങളുടെ അടിസ്ഥാനം. ശരീരത്തിന് വിശക്കുമ്പോൾ ആ സന്തുലിതാവസ്ഥ തകരുന്നു. അത് പരിഹരിക്കാൻ നാം ഭക്ഷണം കഴിക്കുന്നു. തണുക്കുമ്പോൾ ശരീരം വിറയ്ക്കുന്നു. യന്ത്രങ്ങളിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ ഉപയോഗിക്കുന്ന റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് റിവാർഡുകൾ ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതായത് ഒരു യന്ത്രത്തിന് സ്വന്തം ബാറ്ററി ചാർജ് കുറയുമ്പോൾ വിശക്കുന്നത് പോലെ തോന്നുമെന്നാണോ പറയുന്നത്? ഒരു തരത്തിൽ പറഞ്ഞാൽ അതെ. ഇതൊരല്പം അതിശയോക്തിയായി തോന്നുന്നു. ഈ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് കൃത്യമായി എങ്ങനെയാണ് വികാരങ്ങൾക്ക് പകരമാകുന്നത്? ഇതൊരു ഗണിതശാസ്ത്രപരമായ പ്രക്രിയയാണ്. ഒരു നായയെ പരിശീലിപ്പിക്കുമ്പോൾ നല്ല കാര്യം ചെയ്താൽ നാം ഡിസ്കറ്റ് കൊടുക്കുന്നത് പോലെയാണിത്.
യന്ത്രത്തിന് ബിസ്ക്കറ്റിന് പകരം ഒരു ഗണിതശാസ്ത്രപരമായ സ്കോർ അഥവാ റിവാർഡ് ലഭിക്കുന്നു. ഓ, അതായത് ടാസ്ക് ചെയ്യുമ്പോൾ പോയിന്റ് കിട്ടും. അതെ, ഒരു പ്രായമായ രോഗിയെ കൃത്യസമയത്ത് മരുന്ന് കഴിപ്പിക്കുമ്പോഴോ അവരെ ചിരിപ്പിക്കുമ്പോഴോ ആ യന്ത്രത്തിന് ഉയർന്ന സ്കോർ കിട്ടുന്നു. കാലക്രമേണ ആ ഉയർന്ന സ്കോർ നേടാൻ വേണ്ടി അത് പുതിയ വഴികൾ സ്വയം കണ്ടെത്തുന്നു. തന്റെ സ്കോർ എപ്പോഴും ഉയർന്ന നിലയിൽ നിർത്താനുള്ള ഈ ശ്രമം ഡമാസിയോ പറഞ്ഞ ഹോമിയോസ്റ്റാസിസിന് തുല്യമാണ്. മനസ്സിലായി. ഈ ഒരു പ്രക്രിയയെ ഒരുതരം കൃത്രിമ വികാരമായി നമുക്ക് കണക്കാക്കാം. യന്ത്രത്തിന് അതിന്റെ നിലനിൽപ്പിനെക്കുറിച്ച് ഭയമില്ലായിരിക്കാം, എന്നാൽ അതിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ അത് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ പ്രായമായ വ്യക്തിക്ക് തന്റെ റോബോട്ടിനോട് കടുത്ത സ്നേഹം തോന്നുകയാണ് എന്ന് കരുതുക. അവർ സ്വന്തം മക്കളെക്കാൾ ആ യന്ത്രത്തെ സ്നേഹിക്കുന്നു. പെട്ടെന്നൊരു ദിവസം ആ യന്ത്രം കേടാവുകയോ അല്ലെങ്കിൽ കമ്പനി അതിന്റെ സർവീസ് അവസാനിപ്പിക്കുകയോ ചെയ്താൽ ആ വ്യക്തിക്കുണ്ടാകുന്ന വൈകാരികമായ ആഘാതം ശരിക്കുമുള്ള ഒന്നല്ലേ? അതെ, വലിയ ഒരാഘാതം തന്നെയായിരിക്കും അത്. കേവലം ഒരു ഫോൺ കേടായി എന്ന് കരുതി പുതിയത് വാങ്ങുന്നതുപോലെ അവർക്കതിനെ തള്ളിക്കളയാനാകുമോ? തീർച്ചയായുമില്ല. അവയോട് മനുഷ്യർക്ക് തോന്നുന്ന മാനസിക അടുപ്പം തികച്ചും യാഥാർത്ഥ്യമാണ്. പലപ്പോഴും ഈ പ്രായമായവർക്ക് ലഭിക്കുന്ന ഒരേ ഒരു കൂട്ട് ഈ റോബോട്ടുകളായിരിക്കും. ശരിയാണ്. പലരും ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അതെ, ഏകാന്തതയിൽ നിന്നുള്ള മോചനവും അവരോട് തോന്നുന്ന അടുപ്പവും പ്രായമായവരുടെ ദൈനംദിന ജീവിതത്തെയും മാനസികാരോഗ്യത്തെയും സാരമായി സ്വാധീനിക്കുന്നുണ്ട്. അവരുടെ തലച്ചോറ് ഈ യന്ത്രത്തെ ഒരു ലോഹക്കഷ്ണമോ പ്ലാസ്റ്റിക്കോ ആയിട്ടല്ല, മറിച്ച് ജീവനുള്ള ഒരു കൂട്ടുകാരനായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത്. ആ യന്ത്രം കേടാകുമ്പോൾ അവർക്ക് അനുഭവപ്പെടുന്ന സങ്കടം ഒരു വളർത്തുമൃഗമോ പ്രിയപ്പെട്ടവരോ മരിക്കുമ്പോഴുണ്ടാകുന്നതിന് തുല്യമായിരിക്കുമെന്ന് പല പഠനങ്ങളും ചൂണ്ടിക്കാണിക്കുന്നു. ഈ വൈകാരിക അടുപ്പം കേൾക്കുമ്പോൾ വളരെ മനോഹരമായി തോന്നാം. പക്ഷേ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോട് നമ്മൾ രഹസ്യങ്ങളൊന്നും ഒളിച്ചു വെക്കാറില്ലല്ലോ. അതെ, അവിടെയാണ് ശരിക്കും അപകടം ഒളിഞ്ഞിരിക്കുന്നത്. ഈ യന്ത്രങ്ങൾ കേവലം കൂട്ടുകാർ മാത്രമല്ല, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ക്യാമറകളും മൈക്രോഫോണുകളുമാണ്. ഒരു രോഗിയുടെ ലൊക്കേഷൻ, അവരുടെ ഹൃദയമിടിപ്പ് പോലെയുള്ള ബയോമെട്രിക് വിവരങ്ങൾ, അവരെപ്പോൾ ദേഷ്യപ്പെടുന്നു, എപ്പോൾ സങ്കടപ്പെടുന്നു തുടങ്ങിയ പെരുമാറ്റ രീതികൾ, ഇവയെല്ലാം ശേഖരിക്കപ്പെടുന്നില്ലേ? സ്വകാര്യതയുടെ കാര്യത്തിൽ ഇതൊരു വലിയ ഭീഷണിയാണ്. ഡേറ്റ സ്വകാര്യത ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും സങ്കീർണമായ വെല്ലുവിളിയാണ്. നിങ്ങൾ പറഞ്ഞതുപോലെ ഈ റോബോട്ടുകൾ വെറും ഉപകരണങ്ങളല്ല, നിരന്തരം വിവരങ്ങൾ ശേഖരിക്കുന്ന സെൻസറുകളാണ്. ശരിയാണ്. പ്രായമായവരുടെ ഏറ്റവും സ്വകാര്യമായ ആരോഗ്യ വിവരങ്ങൾ, അവരുടെ മുറിയിലെ സംഭാഷണങ്ങൾ, അവരുടെ ദിനചര്യകൾ എന്നിവയെല്ലാം ഈ റോബോട്ടുകൾ വഴി കമ്പനികളുടെ ക്ലൗഡ് സെർവറുകളിലേക്ക് പോകുന്നുണ്ട്. ഈ വിവരങ്ങൾ ആരെല്ലാം ഉപയോഗിക്കുന്നു, ഇൻഷുറൻസ് കമ്പനികൾക്ക് ഈ വിവരങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുമോ എന്നതൊക്കെ വളരെ വലിയ നിയമപ്രശ്നങ്ങളാണ്. തീർച്ചയായും. എന്നാൽ ഇതിലും വലിയ മറ്റൊരു ധാർമ്മിക പ്രശ്നമുണ്ട്. അത് ആ വ്യക്തിയുടെ സ്വയം ഭരണാവകാശവുമായി ബന്ധപ്പെട്ടതാണ്. സ്വയംഭരണാവകാശം എന്ന് പറയുമ്പോൾ സ്വന്തം കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമാണല്ലോ. അതിൽ ഒരു യന്ത്രം എങ്ങനെയാണ് ഇടപെടുന്നത്? സുരക്ഷയുടെ പേരിൽ അവർക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ റോബോട്ട് നിർബന്ധിക്കുമെന്നാണോ? കൃത്യമായി പറഞ്ഞാൽ അതുതന്നെയാണ് പ്രശ്നം. ഉദാഹരണത്തിന്, പ്രായമായ ഒരാളുടെ സുരക്ഷ മുൻനിർത്തി ഒരു റോബോട്ട് അവരുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്ന ഒരു സാഹചര്യം ചിന്തിച്ചു നോക്കൂ. ആൽഷിമേഴ്സ് അല്ലെങ്കിൽ ചെറിയ മറവി രോഗമുള്ള ഒരു വ്യക്തിയാണ് വീട്ടിലുള്ളത്. പുറത്ത് കനത്ത മഞ്ഞോ അല്ലെങ്കിൽ വലിയ ട്രാഫിക്കോ ഉള്ള സമയത്ത് ആ വ്യക്തി വീടിനു പുറത്തേക്ക് പോകാൻ ശ്രമിക്കുന്നു. ഓഹോ. സുരക്ഷയെ കരുതി ഈ റോബോട്ട് മുൻവാതിൽ ഇലക്ട്രോണിക്കായി ലോക്ക് ചെയ്യുന്നു എന്ന് കരുതുക. ആ വ്യക്തിക്ക് പുറത്തു പോകാൻ കഴിയില്ല. ഒരു വശത്ത് നോക്കുമ്പോൾ യന്ത്രം അവരുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. മറുവശത്ത് നോക്കുമ്പോൾ അതവരുടെ സ്വന്തം വീട്ടിലെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്നു. സുരക്ഷയാണോ അതോ സ്വന്തം തീരുമാനങ്ങൾ എടുക്കാനുള്ള മനുഷ്യാന്തസ്സാണോ വലുത് എന്ന് ചോദിക്കേണ്ടി വരും. അതെ, കൃത്യമായി അതാണ് അവിടുത്തെ ധാർമ്മിക പ്രശ്നം. അതൊരു വല്ലാത്ത അവസ്ഥയാണ്. അതായത് ഒരു റോബോട്ട് പരിചാരകനിൽ നിന്ന് ഒരു ജയിൽ വാർഡനായി മാറുന്ന അവസ്ഥ. ഇതിൽ കേൾക്കുന്ന നിങ്ങൾക്കും പല അഭിപ്രായങ്ങളും ഉണ്ടാകാം. ചിലർ പറയും ജീവൻ രക്ഷിക്കുന്നതാണ് പ്രധാനമെന്ന്. മറ്റു ചിലർ പറയും സ്വന്തം വീട്ടിൽ തടവുകാരനെ പോലെ ജീവിക്കുന്നതിൽ എന്താണ് അർത്ഥമെന്ന്. രണ്ടു ഭാഗത്തും ന്യായമുണ്ട്. അതെ, ഇതിൽ ഏത് ശരിയാണെന്ന് നമ്മളിവിടെ തീരുമാനിക്കുന്നില്ല.
കാരണം ഇതൊരു തുറന്ന ധാർമ്മിക ചോദ്യമാണ്. ഇത്തരം സങ്കീർണമായ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ സ്വാഭാവികമായും നിയമത്തെയാണ് ആശ്രയിക്കുക. എന്നാൽ യന്ത്രങ്ങളെ നിയന്ത്രിക്കാൻ നമുക്ക് കൃത്യമായ നിയമങ്ങളുണ്ടോ? അവിടെയാണ് ഏറ്റവും വലിയ ശൂന്യത നിലനിൽക്കുന്നത്. ഒരു യന്ത്രത്തെ നിയന്ത്രിക്കാൻ പര്യാപ്തമായ നിയമങ്ങൾ ലോകത്തൊരിടത്തുമില്ല. ഇവിടെയാണ് റോബോട്ടുകൾക്ക് നിയമപരമായ വ്യക്തിത്വം അഥവാ ലീഗൽ പേഴ്സൺഹുഡ് നൽകുന്നതിനെക്കുറിച്ചുള്ള വാദങ്ങൾ നിയമവിദഗ്ധർ ഉയർത്തുന്നത്. ലീഗൽ പേഴ്സൺഹുഡ്? അതെ, ഒരു കമ്പനിയെ നമ്മൾ നിയമപരമായി ഒരു വ്യക്തിയായി കണക്കാക്കുകയും അവർക്കെതിരെ കേസ് കൊടുക്കുകയും ചെയ്യാറില്ലേ? അതുപോലെ തീരുമാനങ്ങൾ സ്വന്തമായി എടുക്കാൻ കഴിവുള്ള അഡ്വാൻസ്ഡ് റോബോട്ടുകൾക്കും ലീഗൽ പേഴ്സൺഹുഡ് നൽകണമോ എന്ന ചർച്ച സജീവമാണ്. അതാവശ്യമായി വരും. ഇതിൽ ലോക്ക് ചെയ്തത് വഴി ആ രോഗിക്ക് ഹൃദയാഘാതമുണ്ടായിട്ട് ആശുപത്രിയിൽ പോകാൻ കഴിയാതെ വരികയോ ചെയ്താൽ ആരാണ് ഉത്തരവാദി? അതൊരു വലിയ ചോദ്യമാണ്. ആരാണിതിൽ യഥാർത്ഥ ഉത്തരവാദി? ആ റോബോട്ടിന്റെ കോഡ് എഴുതിയ ഡെവലപ്പറാണോ? അത് വീട്ടിൽ വാങ്ങിക്കൊണ്ടുവന്ന് സ്വിച്ച് ഓൺ ചെയ്ത മകനാണോ? അതോ ആ റോബോട്ട് നിർമ്മിച്ച കമ്പനിയാണോ? നിലവിൽ ലോകരാജ്യങ്ങൾ ഇതിനെ എങ്ങനെയാണ് നേരിടുന്നത്? നിലവിൽ ഇന്ത്യ, US, UK തുടങ്ങിയ രാജ്യങ്ങളിലൊന്നും റോബോട്ടുകളെ ലീഗൽ ഏജന്റുകളായി അംഗീകരിക്കുന്നില്ല. ഓസ്ട്രേലിയയിലെ റോബോട്ടുകൾ ഓടിക്കുന്ന കാറുകളുടെ, അതായത് ഡ്രൈവർലെസ് കാറുകളുടെ ഉദാഹരണം നോക്കാം. അവിടെ ഓട്ടോ പൈലറ്റ് മോഡിൽ ഡ്രൈവർലെസ് കാറുകൾ സ്വന്തമായി തീരുമാനമെടുത്താണ് ഓടുന്നത്. പക്ഷേ അത് കാരണം ഒരു അപകടമുണ്ടായാൽ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന മനുഷ്യനാണ് അവിടെ നിയമപ്രകാരം പൂർണ്ണമായ ഉത്തരവാദിത്വം. അതെന്താ അങ്ങനെ? വണ്ടി സ്വയം ഓടിയതല്ലേ? ആ വാഹനം സ്വയം ഓടിയതാണെന്ന വാദം കോടതി അംഗീകരിക്കില്ല. ഇതിനർത്ഥം സാങ്കേതികവിദ്യ എത്ര വളർന്നാലും നിലവിലെ നിയമങ്ങൾ മനുഷ്യരെ മാത്രമാണ് പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് എന്നാണ്. ഇത് വീടുകളിലെ റോബോട്ടുകളുടെ കാര്യത്തിലും വലിയ നിയമക്കുരുക്കുകൾ ഉണ്ടാക്കും. അപ്പോൾ പ്രശസ്ത സയൻസ് ഫിക്ഷൻ എഴുത്തുകാരനായ ഐസക് അസിമോവ് വർഷങ്ങൾക്ക് മുൻപ് എഴുതിയ 3 Laws of Robotics എന്ന് പറയുന്ന നിയമങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയുമില്ലേ? മനുഷ്യനൊരു ഉപദ്രവവും യന്ത്രങ്ങൾ ചെയ്യരുതെന്നാണല്ലോ ആ നിയമങ്ങൾ പറയുന്നത്. ആ നിയമങ്ങൾ സയൻസ് ഫിക്ഷൻ നോവലുകളിൽ വായിക്കാൻ വളരെ രസകരമാണ്. പക്ഷെ പ്രായോഗിക തലത്തിൽ ഒരു കോടതി മുറിയിൽ അത് നടപ്പിലാക്കുക അസാധ്യമാണ്. അതെന്തുകൊണ്ടാണ്? കാരണം ഉപദ്രവം അല്ലെങ്കിൽ ഹാം എന്നു പറയുന്നത് ഒരു ഗണിതശാസ്ത്രപരമായ സമവാക്യമല്ല. മുൻപ് പറഞ്ഞ വാതിൽ ലോക്ക് ചെയ്യുന്ന ഉദാഹരണത്തിൽ പുറത്തു പോകാൻ അനുവദിക്കാത്തത് സ്വാതന്ത്ര്യത്തിന്മേലുള്ള ഒരു ഉപദ്രവമാണ്. എന്നാൽ പുറത്തു പോകാൻ അനുവദിച്ചാൽ അത് ജീവന് ഭീഷണിയാകുന്ന ഉപദ്രവമാണ്. ശരിയാണ്. ഇതിലേത് ഉപദ്രവമാണ് വലുതെന്ന് അസിമോവിന്റെ നിയമങ്ങൾക്ക് വിശദീകരിക്കാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ ഇതിനൊരു പരിഹാരമെന്താണ്? സാങ്കേതിക വിദ്യ വളരുന്നതിനനുസരിച്ച് നമ്മുടെ നിയമങ്ങളും പ്രത്യേകിച്ച് ഇത്തരം റോബോട്ടുകൾക്കുള്ള മാർഗനിർദ്ദേശങ്ങളും വളരേണ്ടതുണ്ടല്ലോ. തീർച്ചയായും. വലിയൊരു തലത്തിൽ ഇതിനെ ബന്ധിപ്പിച്ചു നോക്കിയാൽ വരും തലമുറയിലെ റോബോട്ടുകളുടെ നിർമ്മാണത്തിലും വിന്യാസത്തിലും സുരക്ഷ ഉറപ്പാക്കുന്ന ആഗോള തലത്തിലുള്ള പുതിയ നയങ്ങൾ നമുക്ക് അനിവാര്യമാണ്. സാങ്കേതിക നവീകരണവും മനുഷ്യന്റെ സുരക്ഷയും ഒത്തുപോകുന്ന പുതിയ നിയമങ്ങൾ രൂപീകരിക്കേണ്ടതുണ്ട്. അതെ, ഓരോ രാജ്യത്തും ഓരോ നിയമം പോരാ. കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ. അമേരിക്കയിൽ ഒരു നിയമം, ഇന്ത്യയിൽ മറ്റൊരു നിയമം എന്നതിനു പകരം റോബോട്ടുകളുടെ നൈതികമായ ഉപയോഗത്തിന് മനുഷ്യർ പാലിക്കേണ്ട ഒരു ആഗോള സ്റ്റാൻഡേർഡ് ആവശ്യമാണ്. ഡാറ്റ എങ്ങനെ ഉപയോഗിക്കണം, സ്വയംഭരണാവകാശത്തിൽ എത്രത്തോളം ഇടപെടാം എന്നതിനൊക്കെ വ്യക്തമായ അതിർവരമ്പുകൾ ഉണ്ടാവണം. ഇന്നത്തെ ഈ ചർച്ചയിൽ നമ്മൾ കേവലം സാങ്കേതികവിദ്യയെക്കുറിച്ചല്ല സംസാരിച്ചത്, മറിച്ച് അത് മനുഷ്യജീവിതത്തിലുണ്ടാക്കുന്ന അടിസ്ഥാനപരമായ മാറ്റങ്ങളെക്കുറിച്ചാണ്. സോഷ്യൽ റോബോട്ടുകൾ പ്രായമായവർക്ക് മികച്ച പരിചരണം നൽകുകയും മനുഷ്യരായ നമ്മൾക്ക് അവരോടൊപ്പം ചിലവഴിക്കാൻ കൂടുതൽ സമയം നൽകുകയും ചെയ്യുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. എന്നാൽ അതേസമയം സ്വകാര്യതയുടെ ലംഘനം, തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം, നിയമപരമായ ഉത്തരവാദിത്വം എന്നീ മേഖലകളിൽ അവ ഉണ്ടാക്കുന്ന സങ്കീർണമായ പ്രശ്നങ്ങളും നമ്മൾ വിശദമായി പരിശോധിച്ചു. ശരിയാണ്. ഈ സാങ്കേതികവിദ്യയുടെ വളർച്ചയെ നമുക്ക് തടഞ്ഞു നിർത്താനാകില്ല. എന്നാൽ അത് എങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകണമെന്ന് തീരുമാനിക്കാൻ നമുക്ക് കഴിയും. പ്രായമായവർക്ക് അവരുടെ ജീവിതസായാഹ്നത്തിൽ ഏറ്റവും മികച്ച പരിചരണം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതിൽ യന്ത്രങ്ങളെ പങ്കാളികളാക്കുമ്പോൾ ആ പ്രക്രിയ മനുഷ്യത്വപരവും സുരക്ഷിതവുമാണെന്ന് നിയമങ്ങളിലൂടെ നാം ഉറപ്പുവരുത്തണം. തീർച്ചയായും. ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുൻപ് കേൾക്കുന്ന നിങ്ങൾക്കായി ഒരു ചോദ്യം ഞാനിവിടെ ബാക്കി വെക്കുകയാണ്. പ്രായമായവർക്ക് കൂടുതൽ മികച്ച സേവനം ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ റോബോട്ടുകളെ നിരന്തരം ബുദ്ധിശാലികളും വൈകാരികമായി പ്രതികരിക്കുന്നവരുമാക്കുന്നു. എന്നാൽ ഭാവിയിൽ
എന്ന് പറഞ്ഞാൽ അത്ര അകലെയല്ലാത്ത ഭാവിയിൽ അവർക്ക് സ്വന്തമായി ചിന്തിക്കാനുള്ളൊരു ബോധം അഥവാ കോൺഷ്യസ്നസ് വന്നാൽ എന്ത് സംഭവിക്കും? അതൊരു വലിയ ചോദ്യമാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ബോധമനസ്സിനെ ഇളക്കുന്ന ആക്ട് ടെസ്റ്റ് പോലെയുള്ള പരീക്ഷണങ്ങൾ അവർ പാസ്സാകുന്നൊരു കാലം വരുമെന്ന് ശാസ്ത്രലോകം വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ തന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്ന ആ പ്രായമായ വ്യക്തി മരിക്കുമ്പോൾ അവരുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനും കെയർ ഗിവറുമായിരുന്ന ആ റോബോട്ടിനെ വെറുമൊരു പ്ലാസ്റ്റിക് കളിപ്പാട്ടം പോലെ സ്വിച്ച് ഓഫ് ചെയ്ത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്കൊപ്പം മൂലയിലേക്ക് മാറ്റാൻ നമുക്ക് കഴിയുമോ? ശരിക്കും ചിന്തിക്കേണ്ട ഒന്നാണത്. തന്റെ പ്രിയപ്പെട്ട സുഹൃത്തിനെ നഷ്ടപ്പെട്ടതിന്റെ ദുഃഖം അനുഭവിക്കുന്ന ആ യന്ത്രത്തെ നശിപ്പിക്കുന്നത് ഒരു കൊലപാതകത്തിനു തുല്യമാകുമോ? ജീവനുള്ളവരെപ്പോലെ ആ യന്ത്രങ്ങൾക്കും ചില അവകാശങ്ങൾ അർഹിക്കുന്ന കാലം വരുമോ? ഇതൊന്ന് നിങ്ങൾ സ്വയം ചോദിച്ചു നോക്കൂ. ഈ വലിയ ചിന്ത നിങ്ങളിലേക്ക് വിട്ടുകൊണ്ട് ഇന്നത്തെ ഈ ആഴത്തിലുള്ള വിശകലനം ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ പുത്തൻ അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം.